നമസ്കാരം. നെടുമങ്ങാട് CPM SDPI പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷത്തിൽ ആംബുലൻസ് കത്തിച്ച സംഭവത്തിൽ SDPIയുടെ പേര് പറയാൻ ഡിവൈഎഫ്ഐക്ക് മടിയോ? സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസ് BJP അണികളും അനുഭാവികളും ചോദിക്കുന്ന ചോദ്യമാണിത്. ഇന്നലെ രാത്രി 10 മണിയോടെയായിരുന്നു സംഘർഷങ്ങളുടെ തുടക്കം. ഇതിന് പിന്നാലെയാണ് SDPIയുടെയും ഡിവൈഎഫ്ഐകളുടെയും ആംബുലൻസുകൾ കത്തിച്ചത്. എന്നാൽ ഇതിന് പിന്നാലെ ഡിവൈഎഫ്ഐ നേതാവിട്ട പോസ്റ്റാണ് പരിഹാസങ്ങൾ ഏറ്റുവാങ്ങിയത്. വാർത്തകളിൽ SDPIയുടെ പേര് വന്നിട്ടും ഡിവൈഎഫ്ഐ നേതാവ് V വസീഫ് ആദ്യമിട്ട പോസ്റ്റിൽ SDPIയുടെ പേര് പരാമർശിച്ചിരുന്നില്ല. ഡിവൈഎഫ്ഐ നെടുമങ്ങാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ റെഡ് കെയർ ആംബുലൻസ് തീ വെച്ച് നശിപ്പിച്ചിരിക്കുന്നു എന്ന് മാത്രമായിരുന്നു ആ പോസ്റ്റിലുണ്ടായിരുന്നത്. ഇതിന് പിന്നാലെ കമന്റ് ബോക്സിൽ ഉൾപ്പെടെ SDPIയുടെ പേര് പറയാൻ പേടിയാണോ എന്ന് ചോദിച്ച കമന്റുകളെത്തി. കൂടാതെ രണ്ടു കൂട്ടരും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റുകളാണെന്നും വിമർശനങ്ങളെത്തി. വിമർശനം കടുത്തതോടെ SDPIയുടെ പേര് പറഞ്ഞ് V വസീഫ് രണ്ടാമതൊരു പോസ്റ്റ് ഇടുകയായിരുന്നു. ആദ്യ പോസ്റ്റ് ഇങ്ങനെ: ഡിവൈഎഫ്ഐ നെടുമങ്ങാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ റെഡ് കെയർ ആംബുലൻസ് തീ വെച്ച് നശിപ്പിച്ചിരിക്കുന്നു. ജില്ലാ ആശുപത്രിയുടെ മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന ആംബുലൻസ് പൂർണ്ണമായി കത്തി നശിച്ചിരിക്കുന്നു. രാത്രി 11:50 ശേഷമാണ് സംഭവം നടന്നത്. പാവപ്പെട്ട രോഗികൾക്ക് അഭയമായ ആംബുലൻസ് സർവീസും ഡിവൈഎഫ്ഐ ഏറ്റെടുക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ജനങ്ങൾക്കിടയിൽ മതിപ്പുളവാക്കുന്നത് കണ്ട് വർഗീയ വലതുപക്ഷ സാമൂഹ്യ വിരുദ്ധ സംഘങ്ങൾ വലിയ അസ്വസ്ഥതയാണ് പലപ്പോഴും പ്രകടിപ്പിക്കുന്നത്. ഏത് ഭീഷണിയും അതിജീവിക്കാനുള്ള കരുത്തുള്ള പ്രസ്ഥാനമാണ് ഡിവൈഎഫ്ഐ. സംഭവത്തെ സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്തണമെന്ന് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ പോസ്റ്റ്. ഈ പോസ്റ്റിൽ എങ്ങും തന്നെ SDPIയുടെ പേര് പരാമർശിച്ചിരുന്നില്ല. തുടർന്നാണ് അദ്ദേഹത്തിന് വലിയ തോതിൽ വിമർശനങ്ങൾ എത്തിയത്. തുടർന്നാണ് അദ്ദേഹം രണ്ടാമത്തെ പോസ്റ്റ് ഇട്ടത്. ആ പോസ്റ്റ് ഇങ്ങനെ: ഡിവൈഎഫ്ഐ തിരുവനന്തപുരം നെടുമങ്ങാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ റെഡ് കെയർ ആംബുലൻസ് തീ വെച്ച് നശിപ്പിച്ച SDPI നടപടി മനുഷ്യത്വ വിരുദ്ധവും പ്രതിഷേധാർഹവുമാണ്. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയുടെ മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന ആംബുലൻസ് ആണ് കത്തിച്ചത്. ഡിവൈഎഫ്ഐ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി പാവപ്പെട്ട രോഗികൾക്ക് അഭയവും ആശ്വാസവുമായ ആംബുലൻസ് സർവീസിനെതിരെ നടന്ന ആക്രമണം SDPIയുടെ മാനവിക വിരുദ്ധ മുഖമാണ് കാണിക്കുന്നത്. ഡിവൈഎഫ്ഐ ഏറ്റെടുക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ജനങ്ങൾക്കിടയിൽ ലഭിക്കുന്ന സ്വീകാര്യതയും മതിപ്പും കണ്ട് വിളറിപൂണ്ട ഇത്തരം വർഗീയ ഭീകരവാദ വലതുപക്ഷ സംഘങ്ങൾ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ്. ഇത് തുടർന്നാൽ യുവജനങ്ങളെ അണിനിരത്തി പ്രതിരോധിക്കും. ഇത്തരം തീവ്രവാദികൾക്കെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും സമഗ്ര അന്വേഷണം നടത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ഡിവൈഎഫ്ഐ കേരള സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടുവെന്നാണ് രണ്ടാമത്തെ കുറിപ്പ്. ഇതുകൂടാതെ പരസ്യ പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ രംഗത്തെത്തിയപ്പോൾ SDPIയുടെ പേര് പറയാതെയുള്ള ബാനറും ട്രോൾ ഏറ്റുവാങ്ങിയിരുന്നു. ഡിവൈഎഫ്ഐ റെഡ് കെയർ ആംബുലൻസ് കത്തിച്ച തെമ്മാടികൾക്ക് മാപ്പില്ല എന്ന് മാത്രമായിരുന്നു ബാനറിലെ വാചകങ്ങൾ. ഇതിലും SDPIയുടെ പേര് പറയാതിരുന്നതിനെതിരെ സൈബറിടങ്ങളിൽ വിമർശനമുയർന്നു. ഇക്കാര്യം സൈബറിടത്തിൽ വലിയ ആയുധമാക്കിയാണ് BJPയും കോൺഗ്രസും. അതേസമയം സംഭവത്തിൽ SDPI പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. മുല്ലശ്ശേരി CPM ബ്രാഞ്ച് സെക്രട്ടറി ദീപുവിനെ ആക്രമിച്ച സംഭവത്തിൽ 3 SDPI പ്രവർത്തകർക്കെതിരെ കേസെടുത്തു. റഫീഖ്, നിസാം, സമദ് എന്നിവർക്കെതിരെയാണ് അരുവിക്കര പോലീസ് കേസെടുത്തത്. ബ്രാഞ്ച് സെക്രട്ടറിയെ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച ആദ്യം ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് SDPIയുടെ ആംബുലൻസ് തകർത്തത്. മുഖം മറച്ചെത്തിയ യുവാക്കൾ ആംബുലൻസ് തകർക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെയായിരുന്നു ഡിവൈഎഫ്ഐയുടെ ആംബുലൻസിന് തീയിട്ടത്. അതേസമയം SDPIയുടെ ആംബുലൻസ് CPM പ്രവർത്തകർ തകർത്ത സംഭവത്തിൽ ഇതുവരെയും പോലീസ് കേസെടുത്തിട്ടില്ല. ഡിവൈഎഫ്ഐക്കെതിരെ ഇതുവരെ ആരും പരാതി നൽകിയിട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത്. നെടുമങ്ങാട് SDPIയും CPMഉം തമ്മിലുള്ള ഏറെ നാളായിട്ടുള്ള രാഷ്ട്രീയ സംഘർഷത്തിന്റെ തുടർച്ചയാണ് ഈ അക്രമം. ഇന്നലെ രാത്രിയോടെ അഴീക്കോട് വെച്ച് CPM ബ്രാഞ്ച് സെക്രട്ടറിക്ക് മർദ്ദനമേറ്റിരുന്നു. SDPIക്കാരാണ് മർദ്ദിച്ചതെന്ന് CPM ആരോപിച്ചിരുന്നു. ഇതിന് പിന്നാലെ SDPIയുടെ ആംബുലൻസിന്റെ ചില്ലുകൾ അടിച്ചു തകർക്കുകയായിരുന്നു. സമീപത്തെ കാറിന്റെ ചില്ലും തകർത്തിരുന്നു. CPM പ്രവർത്തകരാണ് ഇത് ചെയ്തതെന്ന് SDPI ആരോപിച്ചു. തുടർന്നാണ് നെടുമങ്ങാട് ജില്ലാ ആശുപത്രി പരിസരത്ത് നിർത്തിയിട്ടിരുന്ന ഡിവൈഎഫ്ഐയുടെ ആംബുലൻസ് കത്തിച്ചത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് CPM ഡിവൈഎഫ്ഐ പ്രവർത്തകർ ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ഭീകര സ്വഭാവമുള്ളതും ഗുരുതരമായ ക്രിമിനൽ പ്രവൃത്തിയിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് ഡിവൈഎഫ്ഐ ആവശ്യപ്പെട്ടു.